ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള വളരെ ഗൗരവമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനകൾ ആരും കേൾക്കുന്നില്ല. രാത്രിയും പകലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നു, അഫർമേഷനുകൾ എഴുതുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇപ്പോഴും ആ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്? അതേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതേ മടുപ്പിക്കുന്ന ജോലി, നമ്മുടെ ബന്ധങ്ങളിലെ അതേ പ്രശ്നങ്ങൾ. പക്ഷേ തിരിച്ചു കിട്ടുന്നത് വെറും നിശബ്ദത മാത്രം, അല്ലേ? പതിയെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരും. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? അതോ പ്രപഞ്ചം എന്നെ മറന്നുപോയോ? അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പതുക്കെ ഒരു സങ്കടം വരും, അല്ലേ? ഞാൻ എന്താണ് ഇത്ര വലിയ തെറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പ്രപഞ്ചം എന്നെ മാത്രം എന്താ കേൾക്കാത്തെ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടോ? പക്ഷേ എൻ്റെ കൂട്ടുകാരെ, സത്യം എന്താണെന്നറിയാവോ? പ്രപഞ്ചം നിങ്ങളെ കേൾക്കാത്ത ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല. അതായത് പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും അവഗണിച്ചിട്ടില്ല, ഒരു നിമിഷം പോലും. സത്യത്തിൽ പ്രപഞ്ചം ഓരോ സെക്കൻഡിലും നിങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ശ്വസിക്കുന്നത് പോലെ സ്വാഭാവികമായി പ്രപഞ്ചം നിങ്ങളെ ഓരോ നിമിഷവും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. നമ്മൾ സംസാരിക്കുന്നത് ഒരു ഭാഷയിലാണ്, പക്ഷേ പ്രപഞ്ചത്തിന് മനസ്സിലാകുന്നത് മറ്റൊരു ഭാഷയാണ്. പക്ഷേ നിങ്ങൾ പറയുന്നു എന്ന് വിചാരിക്കുന്നതല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്നും പ്രപഞ്ചം കേൾക്കുന്നത്. നിങ്ങൾ വാക്കുകളിലൂടെ ഒന്ന് പറയുന്നു, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ എനർജി പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംസാരിക്കുന്നത് ഭയത്തിന്റെ ഭാഷയിലായിരിക്കും. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ എനർജിയെയാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ പുറമേ എനിക്ക് പണം വേണം എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന പേടിയാണെങ്കിൽ പ്രപഞ്ചം കേൾക്കുന്നത് ആ പേടിയാണ്. അതാണ് നമ്മൾ ഇന്ന് തിരുത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കണക്റ്റിംഗ് വിത്ത് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ? പലരും വിചാരിക്കുന്നത് പ്രപഞ്ചം എന്നത് ആകാശത്തിന് മുകളിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണെന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് കേൾക്കുമ്പോൾ ദൂരെ എവിടെയോ ഇരിക്കുന്ന ദൈവത്തെയോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന, നല്ലത് ചെയ്താൽ സമ്മാനം തരുന്ന ഒരു ശക്തിയായിട്ടോ ആയിരിക്കാം പലപ്പോഴും പലരും വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എന്നാൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് നിങ്ങളുടെ ബോധ മനസ്സിന്റെ തന്നെ വികാസമാണ്. നമ്മൾ കടലിലെ ഒരു തിരമാലയെ പോലെയാ. തിരമാല വിചാരിക്കും താൻ കടലിൽ നിന്നും വേറെയാണെന്ന്. പക്ഷേ സത്യത്തിൽ കടൽ തന്നെയാണ് തിരമാലയായിട്ട് മാറുന്നത്. അതുപോലെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ ഏറ്റവും ആഴത്തിലുള്ള ആ ബോധത്തോട് സംസാരിക്കുക എന്നാണ് അർത്ഥം. ഞാനേ ഒരു ചെറിയ ഉദാഹരണം പറയാമേ. ഒരു ശാന്തമായ കുളത്തിൻ്റെ അരികിൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് കരുതുക. അതിലേക്ക് നിങ്ങളൊരു ചെറിയ കല്ലിട്ടാൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാകും, വലിയ കല്ലിട്ടാൽ വലിയ ഓളങ്ങൾ ഉണ്ടാവും. കുളം എപ്പോഴും പ്രതികരിക്കും. നമ്മുടെ മനസ്സ് ഇതുപോലെയാ. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരേ സമയം 100 കല്ലുകൾ പല ദിശയിലേക്ക് എറിയും. എനിക്ക് ആ ജോലി കിട്ടണം, പക്ഷെ എനിക്ക് പേടിയാണ്. അവൻ എന്നെ സ്നേഹിക്കണം, പക്ഷെ എനിക്ക് എന്നോട് തന്നെ സ്നേഹമില്ല. ഇങ്ങനെ വിരുദ്ധമായ ചിന്തകൾ ഒരേ സമയം എറിയുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന കുളം കലങ്ങിപ്പോകുന്നു. പ്രപഞ്ചത്തിന് നിങ്ങളുടെ ആഗ്രഹം വ്യക്തമായി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കലങ്ങിയ ഓളങ്ങൾ ഉണ്ടാക്കുന്നത്? മനഃശാസ്ത്രജ്ഞനായ കോൾ ജങ് ഇതിനെ ഷാഡോ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ഇരുട്ടുമുറിയുണ്ട്. ചെറുപ്പം മുതൽ നമ്മൾ അടിച്ചമർത്തിയ എല്ലാ സങ്കടങ്ങളും ദേഷ്യവും പേടിയും അവിടെ ഇരിപ്പുണ്ട്. നീ എന്തിനാ ഇങ്ങനെ സ്വപ്നം കാണുന്നത്? നിനക്കിതൊന്നും കിട്ടില്ല, നീ ഒന്നിനും കൊള്ളാത്തവളാണ് അല്ലെങ്കിൽ കൊള്ളാത്തവനാണ് എന്ന് പണ്ട് ആരോ പറഞ്ഞ വാചകം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാകും. നിങ്ങൾ പുറമെ എത്ര പോസിറ്റീവായിട്ട് സംസാരിച്ചാലും ഈ ഇരുട്ടുമുറിയിൽ ഇരിക്കുന്ന ആ പഴയ ഭയം പ്രപഞ്ചത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ശരിയല്ലേ? നിങ്ങൾ ചോദിക്കുന്നത് വിജയമാണെങ്കിൽ ആ ഷാഡോ ചോദിക്കുന്നത് പരാജയമായിരിക്കും. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ശക്തമായ ആ വികാരത്തോടാണ് പ്രതികരിക്കുക.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നു ഞാൻ തയ്യാറാണെന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ 10 വർഷം മുമ്പ് കിട്ടിയ ഏതെങ്കിലും ഒരു പരാജയത്തിൻ്റെ മുറിവ് ഭയമായിട്ട് ഇരിപ്പുണ്ടാകും. പ്രപഞ്ചം കേൾക്കുന്നത് ആ മുറിവിൻ്റെ വേദനയാണ്. അതാണ് ഉള്ളിലുള്ളതുപോലെ തന്നെയാണ് പുറത്തു എന്ന് പറയുന്നത്. നിങ്ങളുടെ പുറത്തെ ലോകം നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഉള്ളിൽ വ്യക്തതയും ശാന്തിയും ഉണ്ടെങ്കിൽ പ്രപഞ്ചം ആ ഭാഷയിൽ തന്നെ മറുപടി പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാത്തതെന്ന്? അത് ഞാൻ ഒന്നും കൂടി പറയാം. അതിന്റെ കാരണം നിങ്ങളുടെ ഉള്ളിലെ ഷാഡോ ആണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ ചില വികാരങ്ങളെ അടിച്ചമർത്താൻ പഠിച്ചു. കരയരുത്, ദേഷ്യപ്പെടരുത്, ഒരുപാട് ആഗ്രഹിക്കരുത് എന്നൊക്കെ കേട്ടാണ് നമ്മൾ വളർന്നത്. ഈ വികാരങ്ങളെല്ലാം നമ്മൾ മനസ്സിന്റെ ഒരു ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടു. അവ അവിടെ ഒളിച്ചിരുന്നു നിങ്ങളുടെ വിധി എഴുതുകയാണ്. നിങ്ങൾ എനിക്ക് വിജയിക്കണം എന്ന് പറയുമ്പോൾ ഈ ഷാഡോ ഉള്ളിൽ നിന്ന് മന്ത്രിക്കും, നീ അതിന് യോഗ്യനല്ല എന്ന്. ഈ ശബ്ദം വളരെ നേർത്തതാണ്, പക്ഷെ പ്രപഞ്ചത്തിന് ഇത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും, നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പുറമെ എത്ര പോസിറ്റീവായിട്ട് സംസാരിച്ചാലും ഈ ഇരുട്ടുമുറിയിലിരിക്കുന്ന ആ പഴയ ഭയം പ്രപഞ്ചത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ശക്തമായ വികാരത്തോടാണ് പ്രതികരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എങ്ങനെയാണ് ഈ ഭാഷ ശരിയാക്കുന്നതെന്ന് പറയാം. ഇതൊരു പരിശീലനമാണ്. ഇന്ന് രാത്രി തന്നെ എല്ലാവരും ഉറങ്ങിയും കഴിഞ്ഞ് വീട് ശാന്തമാകുമ്പോൾ കുറച്ചു നേരം വെറുതെ ഇരിക്കുക, കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ പേടിയോട് സംസാരിക്കുക. അതിനെ ഓടിക്കരുത്, പകരം പറയുക, നീ എൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം, നീ പേടിക്കരുത്, ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഇനി നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ കൂടെയുണ്ട്. നിങ്ങളുടെ ആ ഷാഡോയെ നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫർമേഷനുകൾ മാറ്റുക. പലരും പറയാറുള്ളത് എനിക്ക് ഒരു വലിയ വീട് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാ. അവിടെ ഫ്യൂച്ചറാണ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നൊരു സന്ദേശമാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. ഇനി മുതൽ അത് മാറ്റി പറയുക, എനിക്ക് ആ വ്യക്തിയാകാൻ സാധിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സന്തോഷവാനാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റം ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിക്കുക. വാക്കുകളല്ല, ആ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സന്തോഷം, ആ ഒരു സംതൃപ്തി, അതാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ. ഇനി മൂന്നാമത്തേത് നന്ദി പറയുക എന്നതാണ്. വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. പ്രപഞ്ചത്തിന് ഏറ്റവും വേഗത്തിൽ മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷ നന്ദിയാണ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡാണ്. പലരും പ്രപഞ്ചത്തിനോട് സംസാരിക്കുന്നത് ഒരു പരാതിക്കാരനെ പോലെയാണ്. എനിക്കതില്ല, ഇതില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല. പരാതി പറയുമ്പോൾ നിങ്ങൾ പിന്നെയും ഇല്ലായ്മയുടെ തരംഗത്തിലാണ്, അതായത് ഇല്ലായ്മയുടെ ഫ്രീക്വൻസിയിലാണ്. എന്നാൽ നന്ദി പറയുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നു. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നതിന് നന്ദി, എനിക്ക് നല്ലൊരു കുടുംബമുള്ളതിന് നന്ദി. നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രപഞ്ചം വിചാരിക്കും ഇവർക്ക് ഞാൻ നൽകുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, ഇനിയും കൂടുതൽ നൽകാമെന്ന്. നന്ദി എന്നതൊരു മാന്ത്രിക താക്കോലാണ്. അത് പ്രപഞ്ചത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് സത്യത്തിൽ നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇത്രയും നേരം നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉണർന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം. പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുകയല്ല, അത് നിങ്ങളുടെ യഥാർത്ഥ ശബ്ദത്തിനായി കാത്തിരിക്കുകയായിരുന്നു. സംശയമില്ലാതെ, ഭയമില്ലാതെ, പൂർണ്ണമായ സത്യസന്ധതയോടെ നിങ്ങൾ എപ്പോൾ സംസാരിക്കുന്നുവോ അന്ന് നിങ്ങളുടെ ലോകം മാറും. ഓർക്കുക, ഉള്ളിലുള്ളത് പോലെയാണ് പുറത്തും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അത് താഴെ കമന്റിൽ ഒരു വരിയായിട്ട് എഴുതണേ. ആ ഭയത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന നിമിഷം അതിൻ്റെ പകുതി ശക്തി ഇല്ലാതാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നുണ്ട്. വിശ്വാസത്തോടെ സംസാരിക്കൂ, പ്രപഞ്ചം മറുപടി നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്